ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വഞ്ചനയുടെ കഥയാണത്. 2026 തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ആ പകൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ എന്നേക്കുമായി മാറിമറിയുമെന്ന് ആരും കരുതിയിരുന്നില്ല. വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ ദളപതി എന്ന് അണികൾ വാഴ്ത്തുന്ന സാക്ഷാൽ വിജയുടെ തമിഴക വെട്രിക്കഴകം അഥവാ TVK 108 സീറ്റുകളുമായി തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറി. പക്ഷേ കേവല ഭൂരിപക്ഷമായ 118 എന്ന മാന്ത്രിക സംഖ്യ തൊടാൻ അവർക്ക് 10 സീറ്റുകൾ കൂടി ആവശ്യമായിരുന്നു. DMKയ്ക്ക് ഭരണം നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പായ ആ നിമിഷം തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയൊരു നിശബ്ദത തളം കെട്ടി നിന്നു. ആ നിശബ്ദത കീറി മുറിച്ചുകൊണ്ട് വിജയുടെ അടിയന്തര സന്ദേശം DMK സഖ്യത്തിലെ പാർട്ടികളെ തേടിയെത്തി. സഹായിക്കണം, ഈ സമയത്ത് കൂടെ നിന്നാൽ അർഹിക്കുന്ന പ്രാതിനിധ്യം സർക്കാരിന് നൽകാം. ആ ഒരൊറ്റ സന്ദേശത്തിൽ നിന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പാർട്ടി തങ്ങളുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഞ്ചനയ്ക്ക് തിരക്കഥ എഴുതിയത്. വിജയുടെ സന്ദേശം ലഭിച്ച് വെറും 3 മണിക്കൂറുകൾ. ആ 3 മണിക്കൂറിനുള്ളിൽ കോൺഗ്രസ് തങ്ങളുടെ തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. വരാൻ താൽപ്പര്യമുണ്ട്, ബാക്കി കാര്യങ്ങൾ ഹൈക്കമാൻഡ് സംസാരിക്കും എന്ന പോസിറ്റീവ് മറുപടി അവർ TVKയ്ക്ക് നൽകി. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം തങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച DMKയെ MK സ്റ്റാലിൻ എന്ന അതികായകനെ കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു. DMK എന്ന വടവൃക്ഷത്തിൻ്റെ തണൽ ഇല്ലായിരുന്നെങ്കിൽ തമിഴ്നാട്ടിൽ കോൺഗ്രസ്സിന് ഒരു വിലാസം പോലും ഉണ്ടാകുമായിരുന്നില്ല എന്നത് പകൽ പോലെ സത്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നോക്കുക, 28 നിയമസഭാ സീറ്റുകളാണ് DMK തങ്ങളുടെ സഖ്യകക്ഷിയായ കോൺഗ്രസ്സിന് മത്സരിക്കാൻ വിട്ടു നൽകിയത്. DMK പ്രവർത്തകർ രാപ്പകലില്ലാതെ വിയർപ്പൊഴുക്കി. എന്നിട്ടും കോൺഗ്രസ്സിന് വിജയിക്കാൻ കഴിഞ്ഞത് വെറും 5 സീറ്റുകളിൽ മാത്രം. ആ 5 സീറ്റുകളുടെ ബലത്തിൽ നിന്നുകൊണ്ടാണ് ഫലം വന്ന് 3 ദിവസത്തിനുള്ളിൽ അവർ എതിർപ്പാളയത്തിലേക്ക് ചേക്കേറിയത്. വിജയിച്ചവരും തോറ്റവരുമായ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് ചെലവാക്കിയ, അവർക്ക് വേണ്ടി കൊടിപിടിച്ച DMKയുടെ സാധാരണ പ്രവർത്തകരുടെ മുഖത്തേറ്റ വലിയൊരു പ്രഹരമായിരുന്നു കോൺഗ്രസിൻ്റെ ഈ കൂറുമാറ്റം. DMK നിയമസഭാ കക്ഷിയോഗം പാസാക്കിയ പ്രമേയത്തിൽ ആ വഞ്ചനയുടെ ആഴം വ്യക്തമാണ്. തങ്ങളെ പിന്നിൽ കുത്തിയെന്നും മറ്റു സംസ്ഥാനങ്ങളിൽ BJP പയറ്റുന്ന അതേ കുതിരക്കച്ചവട രാഷ്ട്രീയമാണ് കോൺഗ്രസ് തമിഴ്നാട്ടിൽ പയറ്റിയതെന്നും DMK അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തുറന്നടിച്ചു. പുതുച്ചേരിയിൽ തങ്ങൾക്ക് ലഭിച്ച സീറ്റുകളിൽ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിച്ച ആ പഴയ ക്രൂരതയും DMK ഈ അവസരത്തിൽ ഓർത്തെടുത്തു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടല്ല, തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും വിശ്വസിക്കാൻ കൊള്ളാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് തമിഴ്നാട് തിരിച്ചറിയുകയായിരുന്നു. തോൽവിയിൽ തകർന്നു നിൽക്കുന്ന MK സ്റ്റാലിൻ എന്ന നേതാവിൻ്റെ ഏറ്റവും വൈകാരികമായ വാക്കുകൾ അന്ന് തമിഴകം കേട്ടു. ഞങ്ങൾ തോറ്റുപോയിരിക്കുന്നു. വിട്ടുപോകേണ്ടവർക്കും മറുപക്ഷം ചേരേണ്ടവർക്കും പോകാം. ആരെയും ഞാൻ നിർബന്ധിച്ച് പിടിച്ചു നിർത്തില്ല. പക്ഷേ ഞങ്ങൾ പോരാട്ടം തുടരും. DMK തിരികെ വരും. ഒരു യഥാർത്ഥ സ്റ്റേറ്റ്സ്മാൻ്റെ വാക്കുകളായിരുന്നു അത്. എന്നാൽ രാഷ്ട്രീയത്തിൽ എല്ലാവരും അവസരവാദികളല്ല എന്ന് തെളിയിക്കുന്ന മറ്റൊരു കാഴ്ചയും അതേ തമിഴ്നാട് അന്ന് കണ്ടു. അതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷത്തെ വ്യത്യസ്തമാക്കുന്നത്. വിജയുടെ ക്ഷണം കോൺഗ്രസ്സിന് മാത്രമല്ല, DMK സഖ്യത്തിൽ മത്സരിച്ച 2 CPI MLAമാർക്കും 2 CPM MLAമാർക്കും ലഭിച്ചിരുന്നു. പോയാൽ ഉറപ്പായും മന്ത്രിസ്ഥാനം ഉൾപ്പെടെ വലിയ വാഗ്ദാനങ്ങൾ. രാഷ്ട്രീയ ഭാവിയും ഒരുപക്ഷെ അവിടെയാകാം. DMKയ്ക്ക് ഇനിയൊരു തിരിച്ചുവരവ് എളുപ്പമല്ല എന്ന് എല്ലാവർക്കും അറിയാം. ആരും ഒന്ന് ചിന്തിച്ചു പോകുന്ന സമയം. പക്ഷേ ഇടതുപക്ഷം രണ്ടാമതൊന്നും ആലോചിച്ചില്ല. തോറ്റുപോയവൻ്റെ കൂടെ നിൽക്കാൻ, അവനെ ചേർത്ത് പിടിക്കാൻ ഒരു ചങ്കൂറ്റം വേണം. ആ ചങ്കൂറ്റം ഇടതുപക്ഷം കാണിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി P. ഷൺമുഖം തങ്ങളുടെ MLAമാരെയും കൂട്ടി നേരെ പോയത് സ്റ്റാലിൻ്റെ വസതിയിലേക്കാണ്. കോൺഗ്രസിനെ പോലെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകാൻ തങ്ങൾ തയ്യാറല്ലെന്നും ആൾബലം കൊണ്ട് ചെറുതെങ്കിലും ഒരു കാലത്തും തങ്ങളെ കൈവിടാത്ത DMKയ്ക്കൊപ്പം തങ്ങൾ അടിയുറച്ചു നിൽക്കുമെന്നും അവർ പ്രഖ്യാപിച്ചു. ഞങ്ങൾ കൂടെയുണ്ട് നൻപ എന്ന ആ വാക്കുകൾ കേട്ട് ഒരു നിമിഷം സ്റ്റാലിൻ വികാരാധീനൻ ആയിട്ടുണ്ടാകണം. കാരണം ഇടതുപക്ഷത്തോട് സ്റ്റാലിൻ എക്കാലത്തും വലിയൊരു മമതയുണ്ടായിരുന്നു. കുറച്ചു നാളുകൾക്ക് മുൻപ് മാത്രം തൻ്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് വലിയ അഭിമാനത്തോടെ ചെന്നൈയിൽ കാറൽ മാർക്സിൻ്റെ ഒരു പ്രതിമ അനാവരണം ചെയ്യാൻ സ്റ്റാലിൻ ഓടിയെത്തിയത് ആർക്കും മറക്കാനാകില്ല. വിജയ് മോശക്കാരനായതുകൊണ്ടല്ല ഇടതുപക്ഷം ആ സഖ്യം വേണ്ടെന്ന് വെച്ചത്. രാഷ്ട്രീയ ധാർമ്മികത എന്നൊന്നുണ്ട്. DMKയുടെ കൂടി വോട്ടുകൾ വാങ്ങി വിജയിച്ച ശേഷം അവർ വീണ് കിടക്കുന്ന സമയത്ത് കളം മാറ്റി ചവിട്ടുന്നത് രാഷ്ട്രീയ നെറികേടാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് കൃത്യമായി അറിയാമായിരുന്നു. കോൺഗ്രസിൻ്റെ അവസരവാദവും ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ധാർമ്മികതയും തമ്മിലുള്ള മാറ്റുരയ്ക്കലായിരുന്നു യഥാർത്ഥത്തിൽ
ഈ തമിഴ്നാട്ടിൽ നടന്നത്. പക്ഷേ ഈ തമിഴ്നാട് മോഡൽ വഞ്ചന അവിടെ അവസാനിക്കുന്നില്ല. ഇതിൻ്റെ പ്രകമ്പനങ്ങൾ ഡൽഹിയിലെ അധികാര ഇടനാഴികളിലേക്കാണ് നീളുന്നത്. ദേശീയതലത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയാണ് തമിഴ്നാട്ടിലെ ഈ കൂറുമാറ്റം. BJPയെ താഴെയിറക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചു നിൽക്കണമെന്ന് പറയുമ്പോഴും കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന സത്യം പ്രാദേശിക കക്ഷികൾക്ക് മുൻപേ അറിയാമായിരുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിൽ സംഭവിച്ചത് കൂടിയായപ്പോൾ അത് പൂർണ്ണമായി ഉറപ്പിച്ചു. ഇന്ത്യ മുന്നണി ഇനി കടലാസിൽ മാത്രമുള്ള ഒന്നായി മാറാൻ പോവുകയാണ്. പകരം അവിടെ പുതിയൊരു രാഷ്ട്രീയ ധ്രുവീകരണം സംഭവിക്കുകയാണ്. തമിഴ്നാട്ടിൽ DMK, ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്, ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി, ഡൽഹിയിലും പഞ്ചാബിലും ആം ആദ്മി പാർട്ടി. കോൺഗ്രസിൻ്റെ ധാർഷ്ട്യത്തോട് പൊരുത്തപ്പെടാനാകാത്ത ഈ പ്രാദേശിക കക്ഷികളെല്ലാം കൂടി ചേർന്ന് ദേശീയതലത്തിൽ ശക്തമായ ഒരു പുതിയ മുന്നണി രൂപീകരിക്കാൻ പോകുന്നു എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. മമതാ ബാനർജിയും MK സ്റ്റാലിനും അഖിലേഷ് യാദവും ഒന്നിക്കുന്ന ഒരു ബദൽ മുന്നണി ഇവർക്കിടയിലേക്ക് കോൺഗ്രസിനെ അടുപ്പിക്കില്ല എന്നത് തീർച്ചയാണ്. കാരണം ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിൻ്റെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കുന്നത് കോൺഗ്രസ്സാണ്. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിക്കെതിരെ BJPയേക്കാൾ ശക്തമായ ആക്രമണം അഴിച്ചുവിടുന്നത് കോൺഗ്രസ്സാണ്. ഡൽഹിയിലും പഞ്ചാബിലും ആം ആദ്മി പാർട്ടിയുടെ മുഖ്യ ശത്രു കോൺഗ്രസ് തന്നെയാണ്. ഈ പാർട്ടികൾക്കെല്ലാം സ്വന്തം സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഒരു വലിയ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ പുറത്തു നിർത്തിക്കൊണ്ടുള്ള ഈ പുതിയ ഫെഡറൽ മുന്നണി ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറാൻ പോകുമെന്ന കാര്യം ഉറപ്പാണ്. ഇവിടെയാണ് ഈ പുതിയ രാഷ്ട്രീയ മാറ്റം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്ന ഒരു സംസ്ഥാനത്തെക്കുറിച്ച് നാം സംസാരിക്കേണ്ടത്. അത് മറ്റേതുമല്ല, കേരളമാണ്. ദേശീയതലത്തിൽ കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയുടെ ഭാഗമായി നിൽക്കുകയും എന്നാൽ കേരളത്തിൽ കോൺഗ്രസിനെതിരെ ശക്തമായി മത്സരിക്കുകയും ചെയ്യേണ്ടി വരുന്ന ആ വലിയ വൈരുദ്ധ്യം, ആ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ആയിരുന്നു കഴിഞ്ഞ 2 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും കേരളത്തിൽ ഇടതുപക്ഷത്തെ തകർത്തെറിഞ്ഞത്. ദേശീയതലത്തിൽ BJPയെ നേരിടാൻ കോൺഗ്രസിനെ കഴിയൂ. അവിടെ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഇടതുപക്ഷത്തിന് എന്തിന് ഇവിടെ വോട്ട് ചെയ്യണമെന്നായിരുന്നു കേരളത്തിലെ വോട്ടർമാരുടെ ചോദ്യം. ആ ഒറ്റ ചോദ്യത്തിന് മുന്നിൽ ഇടതുപക്ഷത്തിന് ഉത്തരം മുട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ DMKയെ വഞ്ചിച്ചതോടെ കോൺഗ്രസ് എന്നത് ഒട്ടും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു പ്രസ്ഥാനമാണെന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യ മുന്നണി തകരുകയും DMKയുടെയും തൃണമൂലിൻ്റെയും നേതൃത്വത്തിൽ ഒരു പുതിയ ബദൽ മുന്നണി വരികയും ചെയ്യുമ്പോൾ ഇടതുപക്ഷത്തിന് കിട്ടുന്നത് ചരിത്രപരമായ വലിയൊരു അവസരമാണ്. ഒരു മടിയും കൂടാതെ ഇടതുപക്ഷത്തിന് ഈ പുതിയ മുന്നണിയുടെ ഭാഗമാകാം. കേരളത്തിൽ കോൺഗ്രസിനെതിരെ വോട്ട് ചോദിക്കാൻ അവർക്കിനി ഒരു തടസ്സവുമില്ല. കാരണം ദേശീയതലത്തിൽ അവർ കോൺഗ്രസിനൊപ്പമല്ല, മറിച്ച് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രാദേശിക കക്ഷികളുടെ ഈ പുതിയ ബദൽ മുന്നണിക്കൊപ്പമാണ്. കേരളത്തിലെ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ട രാഷ്ട്രീയ വിശ്വാസ്യത തിരിച്ചുപിടിക്കാൻ ഇതിലും വലിയൊരു സുവർണാവസരം വേറെ ലഭിക്കാനില്ല. മാത്രമല്ല, ഈ പുതിയ മുന്നണിക്ക് വ്യക്തമായ ഒരു ദിശാബോധം നൽകണമെങ്കിൽ അവിടെ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണ്. കേവലം കുറേ പ്രാദേശിക നേതാക്കളുടെ അധികാര മോഹങ്ങൾക്കപ്പുറം ഈ കൂട്ടായ്മയെ കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമുള്ള ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു മുന്നണിയാക്കി മാറ്റാൻ ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കൂ. ഒരു കോമൺ മിനിമം പ്രോഗ്രാം അഥവാ ഒരു പൊതു മിനിമം പരിപാടി തയ്യാറാക്കാനും തൊഴിലാളികളുടെയും കർഷകരുടെയും സാധാരണക്കാരുടെയും ശബ്ദം ഈ മുന്നണിയിൽ പ്രതിഫലിക്കാനും ഇടതുപക്ഷ നേതാക്കളുടെ നയതന്ത്രജ്ഞത കൂടിയേ തീരൂ. തമിഴ്നാട്ടിൽ DMKയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ അവരെ തനിച്ചാക്കാതെ ഒപ്പം നിന്ന ഇടതുപക്ഷത്തെ സ്റ്റാലിൻ ഇരുകൈയും നീട്ടി ഈ പുതിയ മുന്നണിയിലേക്ക് സ്വീകരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ചുരുക്കത്തിൽ തമിഴ്നാട്ടിൽ കോൺഗ്രസ് കാണിച്ച ഈ കൊടും വഞ്ചന അവർക്ക് തന്നെ വലിയൊരു കുഴിയായി മാറാൻ പോവുകയാണ്. DMKയുടെ 28 സീറ്റുകളിൽ മത്സരിച്ച് 5 സീറ്റ് മാത്രം നേടി ഒടുവിൽ അവരെ തന്നെ തള്ളിപ്പറഞ്ഞ കോൺഗ്രസ്സിന് ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്താണ് പ്രസക്തി? അധികാരം കിട്ടുമെന്ന് കണ്ടാൽ എങ്ങോട്ടും കൂറുമാറുന്ന ഒരു പാർട്ടിയായി അവർ അധപ്പതിച്ചു കഴിഞ്ഞു. ഇന്ത്യ കാണാൻ പോകുന്ന പുതിയ രാഷ്ട്രീയ സമവാക്യം കോൺഗ്രസ് മുക്തമായ ഒരു പ്രതിപക്ഷ നിരയാണ്. അവിടെ DMK ഉണ്ടാകും, തൃണമൂൽ ഉണ്ടാകും, സമാജ്വാദി പാർട്ടി ഉണ്ടാകും. ഏറ്റവും പ്രധാനമായി ഈ മുന്നണിയുടെ പ്രത്യയശാസ്ത്രപരമായ നട്ടെല്ലായി ഇടതുപക്ഷവും ഉണ്ടാകും. വരും നാളുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ഭൂകമ്പങ്ങളുടേതാണ്. കാത്തിരുന്ന് തന്നെ കാണാം ചരിത്രം ആർക്കൊപ്പം നിൽക്കുമെന്ന്. വാഗ്ദാനങ്ങൾ ലംഘിച്ച അവസരവാദികൾക്കൊപ്പമോ അതോ വീണുപോയവനെ ചേർത്ത് പിടിക്കുന്ന ധാർമ്മികതയ്ക്ക് ഒപ്പമോ?